പേജ് നമ്പർ 30 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദ 7th ആൻഡ് 8th ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 14 ടേമുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. T7ഉം T8ഉം കൂടെ കൂട്ടിയപ്പോൾ 50 കിട്ടിയെങ്കിൽ then you find എന്ത് ചെയ്യുക, സം ഓഫ് ദ ഫസ്റ്റ് 14 ടേം, അതായത് S14 കാണാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് S14? ഇതാണ് നിങ്ങളടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ T7നെ നമുക്ക് എങ്ങനെ എഴുതാം? A+6D പ്ലസ് T8നെ എങ്ങനെ എഴുതാം? A+7D ഈക്വൽ ടു എത്രയാണ്? 50 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എയും കൂടെ കൂട്ടി 2A + 6Dയും 7Dയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13D ഈക്വൽ ടു എത്രയാ? 50. കിട്ടിയല്ലോ. ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. 2A + 13D എന്ന് പറഞ്ഞാൽ 50. നമുക്ക് എളുപ്പമാണേ, ഇവിടെ കൊണ്ട് സ്റ്റക്കായി പോകരുത്. നമുക്ക് അടുത്തത് ചെയ്യാം. S14 അല്ലേ കാണണ്ടേ? S14 ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് n/2. n/2 n എത്ര? 14/2 ഇൻറ്റു 2A. 2A എന്ന് പറയുന്നത് A നമുക്കറിയാം ഇല്ല. 2A അതുപോലെ കൊടുക്കുക. 2A + 13D എത്ര? 14 അല്ലേ കിടക്കുന്നത്? 14 - 1 ഇൻറ്റു D എന്ന് കൊടുക്കുക. സംഭവം നമുക്ക് കിട്ടി. 14നെ 2നെയും കൂടെ വെട്ടിക്കോ, എത്ര കിട്ടും? 7. അപ്പോൾ 7 ഇൻറ്റു 2A + 13D എന്ന് കിട്ടി. അയ്യോ സാറേ, ഇനി ഞങ്ങൾ എന്തോ ചെയ്യും? ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിയേ, 2A + 13D ആണ് ഇതായി കിടക്കുന്നത്. അതെത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50. അവിടെ എടുത്തങ്ങ് കൊടുത്തോ. 7 ഇൻറ്റു 50. 7 ഇൻറ്റു 5 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 7×5 35. 35ൻ്റെ കൂടെ ഈ 0 കൂടെ ഇട്ടോട്. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള കണക്കുകൾ എളുപ്പമാണ്. നമുക്ക് S14 അല്ല ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ.